ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. നെഹമ്യാവിന്റെ ഒരു വാക്കുകളാണ് ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നെഹമ്യാവ് എന്ന ദൈവപുരുഷൻ ദൈവസന്നിധിയിൽ ഒരു വലിയ ദൗത്യം നിറവേറ്റുവാൻ തക്കവണ്ണം തിരുസന്നിധിയിൽ ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ തന്നോട് ഇടപെടുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ദയ നിമിത്തം, യഹോവയുടെ ദയുള്ള കൈ തന്നോടുണ്ടായിരുന്നു നിമിത്തം, താൻ ചെന്നിടത്തൊക്കെയും താൻ പ്രവൃത്തി ആരംഭിച്ച നിമിഷം മുതൽ രാജാവിന് ദയ തോന്നി. രാജാവിനോട് ചോദിച്ചതിലധികം നന്മ തനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാം അനുകൂലമായെന്ന് തോന്നുകയില്ല. പ്രതികൂലമായ മനുഷ്യർ എഴുന്നേറ്റു, ശത്രുക്കൾ എഴുന്നേറ്റു, ദേശക്കാർ എഴുന്നേറ്റു. പണി നടക്കുകയില്ല, നിന്റെ ദൗത്യത്തെ നിർവഹിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രവാചകന്മാരും പ്രവാചകിമാരും എഴുന്നേറ്റു. എന്നാൽ ശക്തന്മാരായ നേതാക്കളും ശക്തിമതികളായ ശത്രുക്കളെപ്പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യരും ആരെഴുന്നേറ്റാലും യഹോവയുടെ ദയയുള്ള കൈ നമുക്ക് അനുകൂലമെങ്കിൽ നമ്മുടെ പ്രവൃത്തി സാധ്യമാകും. നാം ചെല്ലുന്നിടത്തൊക്കെയും നമ്മുടെ കരങ്ങളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കി തരും. പ്രിയരെ, രാവിലെ സമയം നമ്മുടെ ദൗത്യ നിർവഹണത്തിന്, നമ്മുടെ പ്രവൃത്തിയുടെ മുമ്പോട്ടുള്ള ഗമനത്തിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടുമ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ ദയയുള്ള കരങ്ങൾക്കായി കാത്തിരുന്നവരാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ പ്രവൃത്തിയുടെ പ്രതിഫലം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുകയും നാം വിചാരിക്കുന്ന കാര്യങ്ങളുടെ സമാപ്തിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ കടമയാണ്. ദൈവം അത് ചെയ്യും. തന്റെ ദയയുള്ള കൈ എനിക്ക് ആയിരുന്നതുകൊണ്ട് ഞാൻ ചെന്നിടത്തൊക്കെയും ദൈവം എനിക്ക് കൃപ നൽകി. രാജാവിന്റെ മുമ്പിൽ കൃപ ലഭിച്ചു. നടത്തുകയില്ലെന്ന് വാദിച്ച ശത്രുക്കൾ പിന്മാറിപ്പോയി. യഹോവയുടെ ദയയുള്ള കൈ എന്റെ കൂടെ ഇരുന്നു എന്ന് നെഹമ്യാവ് പറയുന്നു. രാവിലെ ദൈവത്തിന്റെ ദയക്കായി കാംക്ഷിക്കുന്നവരെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച നിങ്ങളുടെ പ്രവൃത്തിയെ പൂർത്തീകരിക്കയില്ല എന്ന് ശത്രു എത്ര വാദഗതി മുഴക്കിയാലും യഹോവയുടെ ദയയുള്ള കൈ നിങ്ങളോട് കൂടെ ഇരിക്കുന്നിടത്തോളം ഒരിക്കലും ആ പ്രവൃത്തി പൂർത്തീകരിക്കാതിരിക്കാൻ ശത്രുവിനൊരവകാശവുമില്ല. ദൈവത്തിന്റെ ദയയുള്ള കൈ നമ്മോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് അവൻ നമ്മുടെ പ്രവൃത്തിയെ സാധിപ്പിക്കും. രാജാവിന് നമ്മോട് കരുണ തോന്നും, അധികാരികൾക്ക് നമ്മോട് കരുണ തോന്നും, നിയമങ്ങൾ നമുക്ക് അനുകൂലമാകും. പ്രതികൂലമെന്ന് നാം പറയുന്ന സകലതും നമുക്ക് അനുകൂലമായി തരും. രാവിലെ സമയം യഹോവയുടെ ദയയുള്ള കൈക്കായി കാംക്ഷിക്കാം. ആമേൻ.